മൈഫിൻ ടി വിയുടെ ഇറ്റ്സ് മീ ദ റിയൽ മീ എന്നുള്ള പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ എപ്പിസോഡിൽ വരാനായിട്ട് സാധിച്ചത് വലിയൊരു അനുഭവമാണ്. അതിന് വസ്തുതയിൽ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ സാധാരണയായിട്ടുള്ളൊരു ജീവിതത്തിൽ തുടങ്ങിയിട്ട് ഗവൺമെൻറ് സ്കൂളുകളിൽ പഠിക്കുക, എറണാകുളത്ത് ജനിച്ചു, അവിടെ തന്നെ വളർന്ന് ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചു, SRVയിൽ. പിന്നീട് മഹാരാജാസിൽ പ്രീ ഡിഗ്രി എടുത്തു. അവിടെ നിന്ന് ഒരു വർഷം എക്കണോമിക്സ് പഠിച്ചതിന് ശേഷം എനിക്ക് അഗ്രികൾച്ചറിൽ പഠിക്കാനുള്ള അവസരം കിട്ടി. ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുമ്പോൾ 2016 നബാർഡ് എന്ന് പറയുന്ന വളരെ വലിയൊരു സ്ഥാപനത്തിൻ്റെ ചീഫ് ജനറൽ മാനേജറായിട്ട് റിട്ടയർ ചെയ്തു. അതിനുശേഷം ഒരു 3-4 കമ്പനികളിലെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. UN-ൻ്റെ FAO മുതലുള്ള പല സ്ഥാപനങ്ങളുമായിട്ടും കൺസൾട്ടൻസീസ് ഉണ്ട്. ഇപ്പോഴും വളരെ ആക്റ്റീവായിട്ട് 8 വർഷത്തോളമായി എൻ്റെ ഔദ്യോഗികമായിട്ടും പ്രൊഫഷണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒരു സംതൃപ്തിയിലാണ്. അപ്പോൾ ഞാൻ ആ വഴിയിലോട്ട് നടന്നു നീങ്ങിയത് എങ്ങനെയാണെന്നുള്ളതാണ് വാസ്തവത്തിൽ ഞാൻ എൻ്റെ കഥയായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ അപ്പൻ ഒരു ജേർണലിസ്റ്റായിരുന്നു, അമ്മ ബാങ്കിൽ ക്ലർക്കായിരുന്നു. അന്ന് ജേർണലിസ്റ്റുകൾക്കൊന്നും പൈസയൊന്നുമില്ല, വളരെ തുച്ഛമായ എഴുതിയാൽ എന്തെങ്കിലും കിട്ടും. അമ്മയ്ക്ക് മാത്രമാണ് സ്ഥിരമായിട്ടുള്ളൊരു വരുമാനം ഉണ്ടായിരുന്നത്. സാമ്പത്തികമായിട്ട് ഉള്ള സ്ട്രഗിൾസിൻ്റെ കൂടെ നിൽക്കുന്ന ടെൻഷൻസും ഒക്കെ വീട്ടിലുണ്ടെങ്കിലും ഈ രണ്ടാമത്തെ പയ്യൻ എന്ന നിലയിൽ എന്നെ ഒന്നും അറിയിച്ചിരുന്നില്ല. അപ്പോൾ എൻ്റെ ധാരണ ഈ ജീവിതം വളരെ സുഗമമായ ഒരു സംഭവമാണ്. ഞാൻ എൻ്റെ കളികളും കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു എൻ്റെ പതിവ്. കാര്യമായിട്ട് പഠിക്കാൻ കാര്യമായിട്ടൊന്നും ശ്രമിക്കാറില്ല. അപ്പോൾ അമ്മയ്ക്ക് ഈ കുട്ടികൾ എങ്ങനെ ജീവിക്കും എന്നതിനെക്കുറിച്ച് ഭയങ്കര ആകാംക്ഷയായിരുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിന്ന് വലിയ പ്രശ്നങ്ങളില്ലാതെ ജീവിതത്തിൽ കുറേ നാഴികക്കല്ലുകൾ നേടാൻ സാധിച്ചതാണ് എനിക്കൊരു സംതൃപ്തി തോന്നുന്ന കാര്യം. ഈ അഗ്രികൾച്ചർ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ മഹാരാജാസിലായിരുന്നുകൊണ്ട് തന്നെ മഹാരാജാസിൽ എനിക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ കല്യാണം കഴിച്ചു. അങ്ങനെ വളരെ നേരത്തെ തന്നെ ഒരു സ്വന്തമായിട്ടൊരു കുടുംബം തുടങ്ങി. അങ്ങനെ തുടങ്ങുമ്പോഴാണ് സാമ്പത്തികമായിട്ടും മറ്റും പ്രശ്നങ്ങൾ, ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ കയ്യിലുള്ള പൈസ തീരുക എന്നൊക്കെയുള്ള വിഷയങ്ങൾ മനസ്സിലാവുന്നത്. വീട്ടിലൊന്നും അറിയാതിരുന്നതുകൊണ്ട് അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. അതെങ്ങനെ മാനേജ് ചെയ്യും? അപ്പോൾ സ്വന്തമായിട്ടിത് മാനേജ് ചെയ്യാതെ വഴിയില്ലല്ലോ. പക്ഷേ ഞങ്ങൾ വളരെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതുകൊണ്ടുമൊക്കെ ഞങ്ങൾ അങ്ങനെ വലിയ സമ്മർദ്ദങ്ങളില്ലാതെ ഉള്ളതുകൊണ്ട് കഴിച്ചു കൂട്ടാനുള്ള ഒരു മനസ്ഥിതി അന്ന് വന്നു നിന്നു. ഇംഗ്ലീഷിൽ നമ്മൾ സെറൻഡിപ്പിറ്റി എന്ന് പറയും. അതായത് നമ്മളറിയാതെ വന്നു ചേരുന്ന അവസരങ്ങൾ, നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ്, എവിടെ ആകസ്മികമായിട്ടല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യാതെ എത്തി വരുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അതിനാണ് സെറൻഡിപ്പിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സെറൻഡിപ്പിറ്റി എൻ്റെ ജീവിതത്തിൽ വളരെ വലിയ മാനങ്ങൾ ഉള്ള ഒരു കാര്യമാണ്. ഞാനീ എക്കണോമിക്സിന് ചേർന്നെങ്കിലും അമ്മയ്ക്ക് ഞാൻ ഡോക്ടറാവണമെന്നൊക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഡോക്ടറായില്ലെങ്കിൽ അഗ്രികൾച്ചറിന് പോകുക, അന്നത്തെ കാലം അങ്ങനെയാണ്. അപ്പൻ ജേർണലിസ്റ്റ് ആയതുകൊണ്ട് കുറേയേറെ ഇൻഫർമേഷൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതും വലിയൊരു കാര്യമാണ്. നമുക്ക് പലർക്കും ഇൻഫർമേഷൻ ഇല്ലെങ്കിലാണ് നമുക്ക് പല ഓപ്പർച്യൂണിറ്റീസും കാണാതെ പോവുക. അതുകൊണ്ട് തന്നെ പലയിടത്തും അപ്ലൈ ചെയ്തു. പന്ത് നഗർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തിച്ചേർന്നു, നൈനിത്താളിൽ. അവിടെ അഗ്രികൾച്ചർ പഠിച്ചു. അതിനുശേഷം തിരിച്ചു വന്ന് കേരള അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ അന്നത്തെ കാലത്തൊക്കെ പെട്ടെന്ന് ജോലി കിട്ടും, ഭാഗ്യത്തിന്. അതും അനദർ സെറൻഡിപ്പിറ്റിയാണ്. അപ്പോൾ അവിടെ ജോലി കിട്ടി. ജോലി കിട്ടിയ ഉടനെ പോയി വീട്ടിൽ പറഞ്ഞു, ഞാനിങ്ങനെ ഇന്നയാളെ സ്നേഹിക്കുന്നു, കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു. നീ ഇതിപ്പോൾ തുടങ്ങിയല്ലേ ഉള്ളൂ, അതും ടെമ്പററി ജോബാണ്. അപ്പോൾ ഈ 69 ദിവസമോ 180 ദിവസവും കണ്ടാണ് അന്ന് ജോലി കിട്ടുക. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് അറിഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോൾ അവിടെയൊക്കെ വലിയ പ്രശ്നങ്ങളാണ്, അതുകൊണ്ട് എനിക്ക് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പൻ പ്രോഗ്രസീവായിട്ടുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് അവരോട് സംസാരിച്ചു, ഒരുവിധമൊക്കെ ഞാൻ ഇത് ചെയ്തു. കല്യാണം കഴിച്ചിട്ട് പിന്നെ ഈ കോമ്പറ്റീഷൻ എക്സാംസൊക്കെ എഴുതി, ചിലതിലൊക്കെ എക്സാമൊക്കെ പാസ്സാവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഇർമ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് അതിൽ എഴുതാനായിട്ട് ആരോ പറഞ്ഞു. അതെഴുതി. ഇർമ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെൻറ്റ്, ആനന്ദിലുള്ള ഗുജറാത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആദ്യത്തെ ബാച്ചിൽ എനിക്ക് സെലക്ഷൻ കിട്ടി. അവിടെ നിന്ന് അത് പാസ്സായി കഴിഞ്ഞ ഉടനെ അമുലിൽ
ഒരു ജോലി കിട്ടി. അങ്ങനെ അമുലിൽ ജോലി കിട്ടി. 4 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും വേറെ എന്തെങ്കിലും ജോലി കിട്ടാമോ എന്ന് നോക്കുമ്പോഴാണ് നബാർഡ് ഇർമയിൽ നിന്ന് റിക്രൂട്ട് ചെയ്യണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ച് അന്നത്തെ അമുൽ ചെയർമാനായ കുര്യനൊരു കത്ത് കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ഇവിടെ നിന്ന് പ്ലേസ് ചെയ്തിട്ട് കോൺട്രാക്റ്റ് കഴിഞ്ഞ ആളുകളെ നിങ്ങൾ വേണമെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കൊരു 3 കൊല്ലത്തെ കോൺട്രാക്റ്റ് ഉണ്ട് ഈ അവർ പറയുന്ന സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യാൻ. ഞാനും 3 കൊല്ലം കഴിഞ്ഞുകൊണ്ട് എനിക്ക് അപ്ലൈ ചെയ്യാൻ സാധിച്ചു. അതിൽ ജോലി കിട്ടി. അപ്പോൾ അവിടെ ജോലി കിട്ടിയതിന് ശേഷം ഒരുപാട് കാര്യങ്ങളിലേക്ക് എനിക്ക് നീങ്ങാൻ സാധിച്ചു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ പൂർണ്ണമായിട്ടും ഉപയോഗിക്കുക. എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം ചെയ്യണമെന്നോ ഏതെങ്കിലും ഒരു പ്രത്യേക സെക്ടറിൽ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രൊഫഷൻ തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു ധാരണയില്ലായിരുന്നു. സ്വന്തം കാലിൽ നിൽക്കണം ഈ എന്നുള്ള ഒരു വ്യഗ്രതയുണ്ടായിരുന്നു. സോ ആരുടെ അടുത്തും ഒന്നും ചോദിക്കാൻ പോകരുത്, സ്വന്തമായിട്ട് പ്രവർത്തിക്കുക, സ്വന്തമായിട്ട് നിൽക്കുക. എന്ത് ചെയ്താലും അത് നല്ല രീതിയിൽ ചെയ്യണം. നമ്മുടെ കോൺസയൻസ് എപ്പോഴും ക്ലിയർ ആയിട്ടിരിക്കുക. നമുക്ക് രാത്രി പോയി കിടക്കാൻ നേരത്ത് ആരെയെങ്കിലും ഉപദ്രവിച്ചുവെന്നോ അല്ലെങ്കിൽ മറ്റുള്ള ആരുടെയെങ്കിലും സാധനങ്ങൾ തട്ടിയെടുത്താണ് ഞാനിവിടെ എത്തിയത് എന്ന് തോന്നാത്ത രീതിയിൽ. എനിക്കങ്ങനെയാണ്, അത് എല്ലാവരും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു പ്യുവർ കോൺസയൻസോടുകൂടി, ക്ലീൻ കോൺസയൻസോടുകൂടി ഉറങ്ങാൻ സാധിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയൊരു നിഷ്ഠ. ഞാൻ പഠിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്ത് ജോലി എടുക്കുമ്പോഴും അത് നല്ല രീതിയിൽ ചെയ്യുക. അതിലെനിക്ക് എങ്ങനെ എൻ്റെ മുഖമുദ്ര പതിപ്പിക്കാൻ സാധിക്കുമെന്ന് മാത്രമാണ് ഞാൻ ചിന്തിക്കാറുള്ളത്. എൻ്റെ ഭാര്യ പറയും, ഇങ്ങനെ ഈ മനുഷ്യന് എൻ്റെ ഡിക്ഷണറിയിൽ നോ എന്നൊരു വാക്കില്ല എന്ന് പറയും. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കതിനൊരു റാഷണലായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനുണ്ട്. 700 കോടി ആളുകൾ ഈ ലോകത്തുള്ളതിൽ ആരെങ്കിലുമൊക്കെ ഞാൻ പറ്റില്ല എന്ന് പറയുന്ന കാര്യം ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് അത് ചെയ്യാനുള്ള ഉപാധികളില്ലായിരിക്കാം, അല്ലെങ്കിൽ റിസോഴ്സസ് ഇല്ലാതിരിക്കാം, അതൊക്കെ ശരിയാണ്. പക്ഷേ എനിക്ക് മനുഷ്യനെന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ നബാർഡിൽ എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. എനിക്ക് ഡിസ്ട്രിക്റ്റിൽ വർക്ക് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി കിട്ടി. മേഘാലയ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ വളരെ ചെറുപ്പത്തിലെ തന്നെ ഒരു സ്റ്റേറ്റ് ഹെഡ് ആവാൻ സാധിച്ചു. ഓരോടത്ത് ചെല്ലുമ്പോഴും അവിടുത്തെ സാഹചര്യം അനുസരിച്ച് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്, എന്താണ് അവിടെ നടക്കാതെ പോകുന്നത്, അതിലോട്ടൊക്കെ കൈയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയാണ് നമ്മൾ പൊതുവിൽ ചെയ്യാറ്. അപ്പോൾ ഇതിൽ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കൂടെ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഓവർ അച്ചീവ്മെൻ്റാണ്, നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇദ്ദേഹം പറയുകയാണെന്നൊക്കെ തോന്നും. അപ്പോൾ ഈ ആളുകളെ കൂടെ നിർത്താൻ കുറേ നയതന്ത്രമായിട്ട് നല്ല രീതിയിൽ നയത്തിൽ അവരോട് സംസാരിക്കുക, അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, ഇതെല്ലാം നമ്മുടെ ഒരാവശ്യമായിട്ട് മാറിയിട്ടുണ്ട്. ജീവിതത്തിലെ എൻ്റെ ഒരു ജേർണിയിലെ സക്സസ് എന്ന് പറഞ്ഞാൽ, ചെയ്ത ജോലികളെല്ലാം തന്നെ ഒരുവിധം നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഈ മേഘാലയയിൽ ഇരിക്കുമ്പോഴാണ് ഇറിഗേഷന് വേണ്ടിയിട്ട് നബാർഡ് ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടുത്തെ പ്രശ്നം, അവിടെ ഇറിഗേഷനൊന്നും അല്ല, അവിടെ റോഡാണ് വേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇതിൽ റോഡ് ആ പ്രോജക്റ്റ് ആ സ്കീമിലില്ല. ഉടനെ തന്നെ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക, ഒരു നബാർഡിൻ്റെ ഹെഡ് ഓഫീസിൽ സംസാരിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് റോഡ് ഒരു സ്കീമിൻ്റെ ഭാഗമാക്കാനായിട്ട് കൺവിൻസ് ചെയ്യാൻ സാധിച്ചു. ആ ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്ത് അവരെ കൺവിൻസ് ചെയ്ത് ഒക്കെ ചെയ്യാൻ സാധിക്കുക. അതുപോലെ തന്നെ നബാർഡ് ആദ്യമായിട്ടൊരു മൈക്രോ ഫൈനാൻസ് സബ്സിഡറി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ട് തന്നെ ഒരു ഡീഫങ്ക്റ്റ് ആയിട്ടുള്ളത് തുടക്കത്തിലേ തന്നെ അവരുടെ ഒരു പഴയൊരു NBFC ഉണ്ടായിരുന്നു, അത് നടത്തിക്കൊണ്ടു പോകാനായിട്ട് ഏൽപ്പിച്ചു. വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ജോലിയായിരുന്നു. കാരണം നബാർഡ് എന്ന് പറയുന്നത് ഇതേപോലെ റീറ്റെയിലായിട്ടുള്ള കസ്റ്റമേഴ്സായിട്ട് സംബന്ധിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാത്തൊരു സ്ഥാപനമാണ്. അപ്പോൾ അതിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചു. അപ്പോഴിങ്ങനെ ഈ കൂടെയുള്ളവരെ കൂട്ടിക്കൊണ്ട് നടക്കുക, അവരോട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, മോട്ടിവേറ്റ് ചെയ്യുക, ഒത്തൊരുമയോടുകൂടി മാത്രമേ നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള നല്ല ബോധമുണ്ട്.
അങ്ങനെ പല സ്ഥലങ്ങളിലും ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളത്, റിട്ടയറൊക്കെ ചെയ്യുന്ന ഇപ്പോൾ 68 വയസ്സായി. ഇപ്പം ഞാൻ തിരിഞ്ഞിരുന്ന് നോക്കുമ്പോൾ സ്വന്തമായിട്ട് വന്ന ചലഞ്ചസ് എല്ലാം ഏറ്റെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് സന്തോഷം തോന്നുന്ന കാര്യം. ഞാൻ ഇപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളോടൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏത് ജോലിക്ക് എന്ത് കാര്യം ചെയ്യുന്നു അതിനെ സ്നേഹിക്കാൻ പഠിക്കണം. നമ്മൾ നമ്മുടെ കൂട്ടുകാരെ സ്നേഹിക്കുന്നത് പോലെ നമ്മൾ ചെയ്യുന്ന ഏത് ജോലിയായാലും അതങ്ങ് സ്നേഹിക്കുക. വേറൊരു കാര്യമുള്ളത്, കുറച്ച് കഴിയുമ്പോൾ കുറേയും കൂടി ഒരു ഓൺട്രപ്രണറായിട്ട് പോകുന്ന ഒരാൾ, ഒരു സ്ഥാപനം നമ്മൾ തുടങ്ങുന്നു, അല്ലെങ്കിൽ ഒരു വ്യവസായം നമ്മൾ തുടങ്ങുന്നു, അതിൽ കുറച്ചങ്ങ് പോകുമ്പോൾ നമ്മൾ ഒരു മാനേജറാണ്, നമ്മളൊരു ബ്രോഡ് മാനേജ്മെൻറ്റ് പേഴ്സണായിട്ട് മാറുകയാണ്. അന്നേരം നമുക്ക് ആളുകളെ മാനേജ് ചെയ്യണം, നമുക്ക് ടെക്നോളജിയെക്കുറിച്ച് വിവരം വേണം, നമുക്ക് നെഗോസിയേഷൻ സ്കിൽസ് വേണം, നമുക്ക് നെറ്റ്വർക്കിംഗ് വേണം. നമ്മുടെ മുന്നിൽ വരുന്ന ചലഞ്ച് നമുക്ക് അത് എങ്ങനെയെങ്കിലും ആർക്കെങ്കിലും അത് അതിജീവിക്കാൻ സാധിക്കുമെങ്കിൽ നമുക്കും അത് അതിജീവിക്കാൻ സാധിക്കുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. നമുക്ക് ഒരു കാര്യം, ഒരു ചലഞ്ച് ഏറ്റെടുക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ ചലഞ്ച് ഏറ്റെടുത്തില്ലെങ്കിലാണ് നമുക്ക് നഷ്ടം. കാരണം ചലഞ്ച് ഏറ്റെടുത്താൽ അതിൻ്റെ വിജയം ഒരു സമ്മാനമായിട്ട് അതിൻ്റെ മുന്നിലിരിപ്പുണ്ട്. നമ്മളത് ഏറ്റെടുത്തില്ലെങ്കിൽ നമുക്ക് ആ സമ്മാനം കിട്ടാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഇല്ലല്ലോ. അപ്പോൾ അതാണൊന്ന്. മറ്റുള്ളവർ നമ്മളെ എങ്ങനെ കാണുന്നു എന്ന് നോക്കാതെ നമ്മളെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ശുദ്ധതയോടുകൂടി ജീവിക്കുന്നവരാണോ, ആത്മാർത്ഥതയോടെ ജീവിക്കുന്നുണ്ടോ, നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു വിൽ പവറുണ്ടോ, ഇച്ഛാശക്തിയുണ്ടോ, നമ്മളുടെ മുന്നിൽ വരുന്ന ഏതൊരു കാര്യവും ചെയ്തു തീർക്കാനായിട്ട് അത് ഞാൻ ചെയ്യാം, അതെനിക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ്, ഇതെല്ലാമാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യം. ഞാൻ നേടിയെടുത്തത് വലിയ കാര്യങ്ങളാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ എവിടെയും എത്തുമെന്ന് കാര്യമായിട്ട് ആരും വിശ്വസിക്കാത്ത ഒരു വ്യക്തിക്ക് എവിടെയൊക്കെയോ എത്തിച്ചേരാൻ സാധിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. എൻ്റെ ഒരു ലൈഫിലെ ടേണിംഗ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഞാൻ അതിന് വാട്ടർ ഷെഡ്സ് എന്ന് ആണ് ഞാൻ പറയാറ്. എനിക്ക് ഒരു 3-4 വാട്ടർ ഷെഡ്സ് ഉണ്ട്. ആദ്യത്തെ വാട്ടർ ഷെഡ് എന്ന് പറയുന്നത് എൻ്റെ പേരൻസാണ്. വളരെയേറെ ഒത്തിരി ശുഭാപ്തി വിശ്വാസമുള്ളൊരു വ്യക്തിയായിരുന്നു എൻ്റെ ഫാദർ. ഒരിക്കലും ഒന്നിലും പരാജയപ്പെടാനായിട്ട് ആഗ്രഹിക്കാത്ത, ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ്. അമ്മയാണെങ്കിൽ ഭയങ്കരമായിട്ട് ജോലിയെടുക്കുന്ന, ഭീകരമായിട്ട് പണിയെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതാണ് എൻ്റെ ഫസ്റ്റ് വാട്ടർ ഷെഡ്. പിന്നീട് ഈ സെറൻഡിപ്പിറ്റി എന്ന് പറഞ്ഞാൽ, അതുപോലെ എക്കണോമിക്സ് പഠിക്കാനൊക്കെ കയറി അവസാനം വളരെ 3000 കിലോമീറ്റർ ദൂരെ പന്ത്നേറിൽ പോയി പഠിക്കാൻ ഒരു സാഹചര്യം കിട്ടിയത്. ആ പന്ത്നേറിലെ എഡ്യൂക്കേഷൻ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. അവിടെ നിന്ന് അന്ന് എനിക്ക് വാസ്തവത്തിൽ അമുലിനെ കുറിച്ച് കാര്യമായ അറിവൊന്നും ഇല്ലെങ്കിലും അവിടെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇർമയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ്, റൂറൽ മാനേജ്മെൻറ്റ് എടുക്കാൻ സാധിച്ചതൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഒരുപാട് വാതിലുകൾ എനിക്ക് തുറന്നു തന്നു. അപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും വിദ്യാഭ്യാസം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ്. ആ വിദ്യാഭ്യാസത്തിൻ്റെ ബലത്തിലാണ് എനിക്ക് കിട്ടിയ എല്ലാ നേട്ടങ്ങളും, എല്ലാ ജോലികളും, ആ ജോലികളിൽ ചെയ്യാൻ കിട്ടിയ അവസരങ്ങളും എല്ലാം എൻ്റെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് വാസ്തവത്തിൽ ഞാൻ ഈ റിട്ടയർ ചെയ്തതിന് ശേഷവും എനിക്ക് ഒരുപാട് എൻഗേജ്മെൻറ്റ്സ് ഉണ്ട്, ഒത്തിരി അസൈൻമെൻറ്റ്സ് ഉണ്ട്. ഓരോന്നും നമ്മളുടെ നെറ്റ്വർക്കിൻ്റെ ഫലമായിട്ടും, നമ്മൾ പണ്ട് ചെയ്തിരുന്നപ്പോൾ ഒരുപാട് ആളുകളെ ചെയ്തുകൊണ്ടും ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ ഏർപ്പെട്ടതുകൊണ്ടും ഒക്കെ അതിൽ നിന്ന് വന്ന് വീഴുന്ന അവസരങ്ങളാണ്. ഏജ് ഇസ് നെസ്റ്റ് എ നമ്പർ എന്ന് പറയുമ്പോൾ പല ആളുകളും അതിനെക്കുറിച്ച് അത് ചോദ്യം ചെയ്യും. നമുക്ക് കഴിവുള്ളിടത്തോളം കാലം നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ചെയ്ത അസൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കേരള ഫ്ലഡ്സ് 2018 ഫ്ലഡ്സ് വന്നപ്പം ഫ്ലഡ് കഴിഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെൻറ്റ്, അത് ആരോ എന്നെ റെക്കമെൻഡ് ചെയ്ത അഗ്രികൾച്ചർ സെക്ടറിൽ വന്ന ഡിസാസ്റ്റർ ഇമ്പാക്റ്റ്, ഡാമേജസ് എന്താണെന്ന് അസസ് ചെയ്യാനുള്ളൊരു UN-ൻ്റെ ടീമിൽ ഭാഗമായി. അതിൽ ഭാഗമായതിന് ശേഷം നല്ലവണ്ണം അതിൽ ആ റിപ്പോർട്ട് എഴുതിയതിൻ്റെ പേരിലായിരിക്കാം പിന്നീട് ഒറീസയിൽ ഫോണിൽ വന്നപ്പോൾ അതിൽ റിപ്പോർട്ട് എഴുതാനായിട്ട് വിളിച്ചു. അത് കഴിഞ്ഞപ്പോൾ സിക്കിമിൽ ഒരു ഗ്ലേഷ്യർ ബേഴ്സ്റ്റ് ഫ്ലഡ് വന്നപ്പം അതിൻ്റെ ഡാമേജ് അസസ്മെൻറ്റിനോട്ട് ഉള്ള റിപ്പോർട്ട് എഴുതാനായിട്ട് വിളിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് കിട്ടുന്ന അവസരങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ ഏത് ഏജ് ആയാലും, അത് റിട്ടയർഡാണോ റിട്ടയർഡ് അല്ല എന്നതോ
അതൊന്നും ഒരു വിഷയമല്ല. നമുക്ക് എപ്പോഴും അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കും. കായികമായും മാനസികമായും ഒക്കെ പറ്റുന്ന രീതിയിൽ ആ അസൈൻമെൻറ്റ്സ് ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും നമ്മളാൽ കഴിയുന്ന നല്ല രീതിയിൽ നമുക്ക് ചെയ്തു തീർക്കാൻ ശ്രമിക്കണം. അങ്ങനെ ചെയ്തു തീർത്തതിൻ്റെ ഒരു സംതൃപ്തി മാത്രമാണ് എനിക്കുള്ളത്. ഞാനൊരു എന്തൊക്കെ നേടി എന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ ഒരു സംതൃപ്തിയോടുകൂടി ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതിലാണ് ഞാൻ ഒരു സന്തോഷം കണ്ടെത്തുന്നത്. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞതാണ് എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ചുരുക്കത്തിലുള്ള എൻ്റെ കഥ. സോ ഇൻ എ വേ ഇറ്റ്സ് മീ, ദ റിയൽ മീ.